ഏപ്രിൽ 23 ലോക പുസ്തക ദിനം. സാഹിത്യത്തിലെ മഹാരഥന്മാരായ വില്യം ഷേക്സ്പിയറിന്റെയും ഗാർസിലാസോ ഡെലാവേഗയുടെയും മിഗൽ ഡെസർവൻസിന്റെയും ചരമദിനമാണ് പുസ്തക ദിനമായി ആചരിക്കുന്നത്. പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും ആദരിക്കാനുള്ള അവസരമാണ് പുസ്തക ദിനം നൽകുന്നത്. ഏറെക്കാലമായി വായന മരിക്കുന്നുവെന്ന വിലാപമുയരുന്ന ഇക്കാലത്ത് പുസ്തക ദിനാചരണത്തിലൂടെ സാംസ്കാരികമായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓരോ പുസ്തകങ്ങളും ഓരോ വായനയും വായനക്കാരന് നൽകുന്നത് നമുക്ക് ചുറ്റുമുള്ള നാം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വ്യത്യസ്തങ്ങളായ ലോകങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ്. അത് സ്വയം നവീകരിക്കാനുള്ള വഴിയായി മാറുന്നു. പുതിയ കാലം ഈ വായനയുടെ കാലം കൂടിയാണ്. അങ്ങനെ വായന പുതിയ തലത്തിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. ഇ ബുക്കുകൾക്ക് ഇതര ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും ആവശ്യക്കാർ ഏറെയാണ്. ആശയവിനിമയത്തിന്റെ ഉറവിടവും വിജ്ഞാനത്തിലേക്കുള്ള വഴിയും പുസ്തകങ്ങൾ സൃഷ്ടിക്കുന്നു. മൂല്യമുള്ള പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. വായന മരിക്കുന്നുവെന്ന വിമർശനത്തിനിടയിലും ലോകമെങ്ങും പുസ്തകം വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ പോലും വായനക്കാർ വർദ്ധിക്കുകയാണെന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന. വായന മരിക്കുന്നുവെന്ന് പറയുമ്പോഴും പുസ്തക വിൽപ്പനയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വത്സൻ പാറന്നൂർ പറഞ്ഞു. കൂടാതെ ഒരുപാട് ചെറുസംഘങ്ങൾ, പുസ്തക ചർച്ചാവേദികൾ, ഗ്രൂപ്പുകൾ എല്ലാം തന്നെ കേരളത്തിൽ എല്ലായിടത്തും പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഒരുപക്ഷെ വായനശാലകളിൽ വരുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം. അതേസമയം തന്നെ വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ സ്വയം വാങ്ങി വായിക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലാണെന്നും വത്സൻ കൂട്ടിച്ചേർത്തു. ജനാധിപത്യ പ്രക്രിയയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണ് പുസ്തക വായന എന്ന തിരിച്ചറിവ് ഇപ്പോൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെറു സംഘങ്ങൾ, പുസ്തക ചർച്ചാ വേദികൾ, ഗ്രൂപ്പുകൾ ഒക്കെ തന്നെ കേരളത്തിലെമ്പാടും പുതിയ കാലഘട്ടത്തിൽ രൂപപ്പെടുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. പൊതുവെ ആളുകൾ പറയും ആരാണ് വായിക്കുന്നത്, വായന മരിക്കുകയാണ് എന്നൊക്കെ തന്നെ പൊതുവെ എല്ലാവരും പ്രസംഗങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള വായന ഒരുപക്ഷെ വായനശാലകളിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അതേസമയം തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള വായനകൾ, പുസ്തകങ്ങൾ സ്വയം വാങ്ങി വായിക്കുന്ന ഒരു പ്രക്രിയ വളരെ കൂടുതലാണ്. ഈ വർഷത്തെ ലോക പുസ്തക പകർപ്പവകാശ ദിനത്തിന്റെ ആശയം നിങ്ങളുടെ വഴി വായിക്കുക എന്നതാണ്. വായനയോടുള്ള അഭിനിവേശം വളർത്തിയെടുക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ആശയം ബോധ്യപ്പെടുത്തുന്നത്.